ഹലോ ഗൈസ്, എല്ലാവർക്കും ക്രിസ്റ്റാസിലേക്ക് സ്വാഗതം. നമ്മൾ സ്റ്റുഡൻസിൻ്റെ തിരക്കായ ജീവിതത്തിൽ പലപ്പോഴും ഇഗ്നോർ ചെയ്യുന്ന ഒരു വിഷയത്തിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. നമ്മുടെ ടീച്ചേഴ്സിനോട് നന്ദിയും ബഹുമാനവും കാണിക്കേണ്ടത് പ്രധാനമാണ്. In this age of technology and fast-paced world, we sometimes forget the value of a simple thank you or a greeting smile. പഠനത്തിൻ്റെ ഉയർച്ച താഴ്ചകളിലൂടെ അവ നമ്മെ നയിക്കുന്നു. എന്നിരുന്നാലും നാം പലപ്പോഴും അവരുടെ ഹാർഡ് വർക്കിനെ നിസ്സാരമായി കാണുകയും അവരെ അർഹിക്കുന്ന റെസ്പെക്ട്, സ്നേഹം കാണിക്കുന്നതിൽ പരാജയപ്പെടുകയും ചെയ്യുന്നുണ്ട്. ഒരു ക്ലാസ് ശേഷം നന്ദി പറയാൻ നമ്മൾ മറക്കുന്നു, അല്ലെങ്കിൽ രാവിലെ ഒന്ന് ചിരിച്ച് ഗുഡ് മോർണിംഗ് സർ എന്ന് പറയാൻ മറക്കുന്നുണ്ട്. വിദ്യാർത്ഥികൾ എന്ന നിലയിൽ നമ്മുടെ അധ്യാപകരോട് നന്ദിയും ബഹുമാനവും കാണിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വം, കടമയും ആണ്. മാത്രമല്ല, പഠനം എന്നത് അറിവ് സംബന്ധിക്കുന്നത് മാത്രമല്ല, ബഹുമാനം, ദയ തുടങ്ങിയ സ്വഭാവ ഗുണങ്ങൾ കൂടിയാണെന്ന് നാം ഓർക്കണം. ഓൾസോ ഇപ്പം ഒരു ടീച്ചർ നന്നായിട്ട് ടീച്ചറാവാൻ ഭയങ്കര പാഷനുള്ള ആള് അവസാനം ടീച്ചറായി, അതായിട്ട് ഒരു സ്കൂളിൽ ജോയിൻ ചെയ്ത് അവസാനം ക്ലാസ് എടുക്കാൻ വേണ്ടി ക്ലാസ്സിലോട്ട് വന്നു. അതായിട്ട് എന്താ പറയണ്ടേ, എന്തൊക്കെയാ പഠിപ്പിക്കണ്ടേ എന്നൊക്കെ പ്ലാൻ ചെയ്തിട്ട് നല്ല സന്തോഷമായിട്ടാണ് വന്നത്. പക്ഷെ ക്ലാസ്സിൽ കയറിയപ്പം ഈ സ്റ്റുഡൻസ് എല്ലാവരും വെറുതെ ഒന്നെങ്കിൽ പുറത്ത് നോക്കും, പാതി പേർ ഉറങ്ങും, ബാക്കി ചില പേര് വെറുതെ ഇങ്ങോട്ടും സംസാരിച്ചുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ വെറുതെ ഇങ്ങനെ കുത്തിയിരിക്കും. അത് കഴിഞ്ഞിട്ട് ടീച്ചർ വന്നത് അത് മൈൻഡ് ചെയ്യാറ് പോലും ഇല്ല. ചിലപ്പോൾ നമ്മൾ ശ്രദ്ധിക്കാറേ പോലും ഇല്ല, ടീച്ചർ വന്നോ പോകുന്നോ ഒന്നും ശ്രദ്ധിക്കാറില്ല നമ്മൾ. അപ്പം ഞാൻ പോലും കുറേ പ്രാവശ്യം ക്ലാസ്സിൽ ഉറങ്ങിയിട്ടുണ്ട്, ഭയങ്കര ക്ഷീണമൊക്കെ ആയിട്ട് ഉറങ്ങിയിട്ടുണ്ട്, അല്ലെങ്കിൽ ക്ലാസ് ഒന്നും മനസ്സിലാവാതെ ഞാൻ വെറുതെ ഇങ്ങനെ കുത്തിയിരുന്നിട്ടുണ്ട്. ഇന്നലെയും കൂടി ഞാൻ ക്ലാസ്സിൽ കുത്തിയിരുന്നതാണ്. അപ്പം ഞാൻ പറയുന്നത് എന്താണ്, നമ്മൾ അവർക്ക് റെസ്പെക്റ്റ് കൊടുക്കണം. അവർ ഒരുപാട് ഹാർഡ് വർക്കൊക്കെ ചെയ്തിട്ടാണ്, ഒരുപാട് പ്ലാൻ ചെയ്തിട്ടാണ്, ഒരുപാട് ആഗ്രഹത്തോടെയാണ് നമ്മൾ വന്ന് പഠിപ്പിക്കുന്നത്. അത് മാത്രമല്ല, നമ്മളിങ്ങനെയൊക്കെ കാണിക്കുമ്പം ഒരുമാതിരിയായിപ്പം ഇപ്പം ആ ടീച്ചർ വന്നപ്പം ക്ലാസ്സിൽ അവർ ശ്രദ്ധിക്കുന്നില്ല, ഒരു ഗുഡ് മോർണിംഗ് പോലും ആരും പറഞ്ഞിട്ടില്ല. അവരാണെങ്കിൽ വേണമെങ്കിൽ വന്ന് പഠിപ്പിക്കുക, ഇല്ലെങ്കിൽ പോവുക എന്ന് മട്ടിലാണ് എല്ലാവരും അവിടെ ഇരിക്കുന്നത്. അപ്പോൾ ആ ടീച്ചർ നിങ്ങളാണെന്നൊന്ന് വിചാരിക്കാം, നിങ്ങൾക്ക് എങ്ങനെ റിയാക്ട് ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് പഠിപ്പിക്കാനൊക്കെ തോന്നുമോ? നിങ്ങൾക്ക് ആ ജോലിനോട് ഒരു പാഷൻ ഇത് കഴിഞ്ഞിട്ടുണ്ടാവോ? ഇല്ല. നമ്മൾ ചെയ്യുന്ന ജോലി സത്യസന്ധതയായിട്ടും സന്തോഷത്തോടെ ചെയ്യണമെന്ന് പറയാറില്ല. പക്ഷെ സന്തോഷത്തോടെ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ പിന്നെ സന്തോഷത്തോടെ ചെയ്യാൻ പറ്റുമോ? സന്തോഷത്തോടെ ക്ലാസ് എടുക്കാൻ പറ്റുമോ? പറ്റില്ല. വെറുതെ ക്ലാസ് എടുക്കാൻ പോവുക, വേണമെങ്കിൽ പഠിക്കാം, വേണമെങ്കിൽ വേണ്ട, അത്രേ ഉള്ളൂ. എനിക്കൊരു ടീച്ചർ ഉണ്ടായിരുന്നു, സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് വന്ന ടീച്ചറായിരുന്നു, പഠിപ്പിച്ചിട്ടൊന്നുമില്ല. പക്ഷെ വന്നപ്പം പുള്ളി ഒരുപാട് കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു. ഞാൻ ഉടനെ തന്നെ ഈ സ്കൂൾ വിട്ടു പോകും, ബിക്കോസ് എനിക്ക് ടീച്ചിങ്ങിനോട് ഇപ്പോൾ ഒട്ടും താല്പര്യമില്ല. പക്ഷെ നല്ലൊരു ടീച്ചറായിരുന്നു. പക്ഷേ നമ്മുടെ ജനറേഷനൊക്കെ ഇങ്ങനെ പറഞ്ഞു, ഈ കാലത്ത് പിള്ളേർക്കൊക്കെ പഠിക്കാൻ ഒട്ടും താല്പര്യമില്ല, അധ്യാപകരോട് റെസ്പെക്റ്റ് കാണിക്കുന്നില്ല, ഒന്നുമില്ല, പിന്നെ ഞാൻ പഠിപ്പിച്ചിട്ട് എന്നാ കാര്യം എന്നൊക്കെ പറഞ്ഞു. അപ്പം അതൊക്കെ പറഞ്ഞപ്പം ഒരുമാതിരി ഹേർട്ടായി തോന്നി, ഇതൊക്കെ പറയണമെന്ന് തോന്നി. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഉണ്ടാക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ടീച്ചേഴ്സിനെ മാത്രമല്ല, നിങ്ങളുടെ ടീച്ചേഴ്സ്, എൽഡേഴ്സ്, പാരൻസ് എല്ലാവരെയും റെസ്പെക്റ്റ് ചെയ്യണം. ഓൾസോ റെസ്പെക്റ്റ് യുവർ സെൽഫ് ഫസ്റ്റ്. നിങ്ങളുടെ ഫ്രണ്ട്സിനെ റെസ്പെക്റ്റ് ചെയ്യണം, യുവർ സിബ്ലിങ്സ്, വെദർ എൽഡർ ഓർ യങ്ങർ, ഹൂവർ ഇറ്റ് ഇസ്. യു ഗിവ് റെസ്പെക്റ്റ്, യു ടേക്ക് റെസ്പെക്റ്റ്, ദാറ്റ്സ് ഓൾ. ഓക്കെ. അപ്പോൾ അവർ ചെയ്യുന്ന ഹാർഡ് വർക്കൊക്കെ നമ്മൾ റെസ്പെക്റ്റ് ചെയ്ത് പറ്റൂ. വി ഹാവ് ടു വാല്യൂ ദെയർ ഹാർഡ് വർക്ക്. That's it. That's all I want to convey through this video. So until the next video, goodbye. Bye. അടുത്ത ക്രിസ്റ്റോക്സ് വീഡിയോയിലോട്ട് നമുക്ക് പിന്നെ കാണാം. Bye. Ta-ta. Once again, this was Chris signing off. Bye.